ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കഥയുടെ കളക്ഷൻ നടത്താനും പിന്നെ അങ്ങോട്ട് കുറച്ച് കഥകൾ പറഞ്ഞു തരാനും കൂടെ ആയിട്ടാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബാലരമയൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കൊക്കെ അറിയാം. ഒരു മുൻജാസൻ കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. വായിച്ചവർക്ക് ഓക്കെ, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരണ്ടല്ലോ. അപ്പോൾ വായിക്കാത്തവർക്കായിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തള്ളാണ്. പുള്ളി ഭയങ്കര സംഭവമാണ്. പുള്ളിയുടെ അനുഭവങ്ങളാണ് ഈ പറയുന്ന മുൻജാസൻ കഥകൾ എന്നുള്ള പേരിൽ വരുന്നത്. മുൻജാസനാണ് നമ്മുടെ കഥാപാത്രം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ പറയുന്നില്ല. ഞാൻ ആ മുൻജാസൻ്റെ ഈ കഥകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൂ ഈസ് മുൻജാസൻ ആൻഡ് എന്താണ് പുള്ളി ഈ കഥ വഴി ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഒരു ജനനം മരണം അങ്ങനെയൊന്നുമില്ല. അയാളങ്ങ് മറ്റേ ഗ്രീക്കിൻ്റെ ആ ഒരു സമയത്തുള്ള ആ ഒരു പഴയ AD നൂറ്റാണ്ട് തൊട്ട് ഇപ്പോഴും 2024 ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് മുൻജാസൻ ഉണ്ടായിരുന്ന ആ സമയത്ത്. അപ്പോൾ പുള്ളിയുടെ കഥയിൽ ഒരെണ്ണം പറയുകയാണെങ്കിൽ നെപ്പോളിയനും മുൻജാസനും വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നെപ്പോളിയൻ എന്ന ആളുടെ ഫുൾ നെയിം എനിക്ക് ശരി, സോറി, എനിക്ക് കുറച്ച് ജനറൽ നോളജ് കുറവായതാണ്. ഫുൾ നെയിം ഞാൻ ഓർക്കുന്നത്. ജസ്റ്റ് നെപ്പോളിയൻ. ഇപ്പം നമുക്ക് കഥ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ മുൻജാസനും നെപ്പോളിയൻ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ ആക്ച്വലി നെപ്പോളിയൻ്റെ പേര് ആ സമയത്ത് നെപ്പോളിയൻ എന്നായിരുന്നില്ല, നെപ്പോ എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല, മുൻജാസൻ നെപ്പോളിയനും ഭയങ്കര കമ്പനി ആയിരുന്നുകൊണ്ട് മുൻജാസൻ അങ്ങനെ നെപ്പോ അളിയ എന്ന് പറഞ്ഞ് വിളിച്ച് നെപ്പോ അളിയ എന്ന് പറഞ്ഞ് വിളിച്ച് അവസാനം അത് നെപ്പോളിയൻ എന്ന് എല്ലാവരും കൂടെ ഏറ്റെടുത്താണ്. അല്ലാണ്ട് നെപ്പോളിയൻ എന്നായിരുന്നില്ല പുള്ളിയുടെ പേരെന്നാണ് നമ്മുടെ മുൻജാസൻ ചേട്ടൻ പറയുന്നത്. ഓക്കെ, സോ അതൊരു കഥ. പിന്നെ രണ്ടാമതൊരു കഥ പറയുകയാണെങ്കിൽ ഈ പുള്ളിക്കാരനാണെങ്കിൽ പണ്ട് മാങ്ങ ഉപ്പിലിട്ട് ഒരു ഭരണിക്കകത്ത് വെച്ചിട്ട് പുള്ളി ഏതോ ഒരു നാട് ചുറ്റാനായിട്ട് പോയിട്ട് തിരിച്ച് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അകത്ത് വലിയൊരു മാവ് വളർന്നിരിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അന്ന് പണ്ട് 2-3-4 വർഷങ്ങൾക്ക് മുന്നേ ഈ ഉപ്പിലിട്ട് വെച്ചിട്ട് പോയ മാങ്ങ മുളച്ച് മാവായി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളി പറിച്ചു തന്ന ഓരോ മാങ്ങയ്ക്കും ഉപ്പുമാങ്ങയുടെ ടേസ്റ്റ്. ഓക്കെ, സോ ഇതുപോലെ കുറേ മുൻജാസൻ കഥകളുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ 2-3 എടുത്ത് പറഞ്ഞാണ് ഇപ്പോൾ. സോ ഇതുപോലെ വേറെയും കഥകൾ മുൻജാസൻ്റെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പം ശരി.